ഓഡിറ്റ് ചെയ്യാതെ നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് എന്താണ് ഓപ്ഷൻ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അങ്ങനെ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യും. പക്ഷേ ഇത് പുറമെ ഇൻകം ടാക്സിൽ ഒരു ഓഡിറ്റ് ഉണ്ട്. അതിനൊരു സെർട്ടൻ ടേൺ ഓവർ ലിമിറ്റുകൾ പറയുന്നുണ്ട്. 1 കോടിയൊക്കെ മീതെ വന്നിട്ടുണ്ടെങ്കിലാണ് ഇൻകം ടാക്സ് ആക്ടിൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. ചില സ്ഥാപനങ്ങൾ, അത് എല്ലാ സ്ഥാപനങ്ങൾക്കും പറ്റില്ല. ചില സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഇൻകം ടാക്സിൽ 44AD എന്ന് പറഞ്ഞുള്ള ഒരു ഡീംഡ് പ്രൊവിഷൻ ഉണ്ട്. അതൊരു നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തൊരു പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് നമ്മുടെ പ്രോഫിറ്റിന്റെ 8% നമുക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് വേറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് 44AD പറയുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കമ്മീഷൻ ഏജന്റോ അങ്ങനത്തെ എന്തെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിൽ അത് പറ്റില്ല. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾക്ക് ഈ 44AD എന്ന് പറഞ്ഞുള്ള സെക്ഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇനി ടേൺ ഓവർ നമുക്കൊരു സെർട്ടൻ ലിമിറ്റിന് മീതെ കടന്നാലും നമുക്ക് ആ 44AD എന്ന് പറഞ്ഞുള്ള പ്രൊവിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ടേൺ ഓവർ 2 കോടിയാണ് നമുക്ക് ടേൺ ഓവറിന്റെ ലിമിറ്റ് പറയുന്നത്. ഈ 2 കോടിയൊക്കെ മീതെ ടേൺ ഓവർ ഉള്ള ആൾക്കാർക്ക് 44AD ചെയ്യാൻ പറ്റും. 2 കോടിക്ക് താഴെയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഫിനാൻസ് ആക്ടിൽ ചെറിയൊരു അമെന്റ്മെന്റ് കൊണ്ടുള്ളത് വെച്ചാൽ 3 കോടി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളുടെ റിസീറ്റ് വരുന്ന എമൗണ്ടിന്റെ 5% കൂടുതൽ ക്യാഷ് ആയിട്ടുള്ള റിസീറ്റ് പാടില്ല. അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് 3 crores വരെ നമുക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8% എന്ന് പറഞ്ഞുള്ളത് നമുക്ക് ക്യാഷ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതർ ദാൻ ബാങ്ക് ആയിട്ടുള്ളതാണ്. ബാങ്ക് വരുന്ന ട്രാൻസാക്ഷന്റെ റിസീറ്റ്സിന്റെ 6% ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് അക്കൗണ്ട് ചെയ്യണം. ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എത്രയുണ്ട്, ബാങ്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എത്രയുണ്ടെന്ന് തിരിച്ച് അക്കൗണ്ട് ചെയ്തിട്ട് രണ്ടിനും വേറെ വേറെ രീതിയിൽ നമുക്ക് ടാക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവർക്ക് റെമ്യൂണറേഷനും ഇൻട്രസ്റ്റും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ 44AD ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ റെമ്യൂണറേഷനും ഇൻട്രസ്റ്റും നമുക്ക് കിട്ടില്ല. റെമ്യൂണറേഷൻ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓഡിറ്റ് തന്നെ ചെയ്യണം.